അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അധികാരം വളരെ വലിയൊരു അധികാരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ സർവ്വസൈനാധിപനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാട്ടും കൂടുതലായിട്ട് അധികാരം കൈകാര്യം ചെയ്യാൻ ശക്തിയുള്ള ഒരു ഭരണകർത്താവാണ് അമേരിക്കൻ പ്രസിഡന്റ്. കഴിഞ്ഞ ഇടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് കയറിയതിന് ശേഷം ബൈഡൻ 4 വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള പല ബില്ലുകളും വെറും 1.5 മാസത്തിനുള്ളിലാണ് ബില്ലുകൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ ബില്ലുകളെല്ലാം പ്രവൃത്തിപഥത്തിൽ വന്നു. അതിലൊന്നാണ് ഇറക്കുമതി തീരുവ. ലോക വ്യാപാരം അമേരിക്ക നിയന്ത്രിക്കുന്നതായതുകൊണ്ട് അമേരിക്കയിലേക്ക് ആണ് ലോകത്തിൽ മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും കടന്നു വരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ ദശലക്ഷം കോടി രൂപയുടെ വാണിജ്യ വ്യവസായ കരാറുകൾ, ക്രയവിക്രയങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കക്കാരാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലേക്ക് പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ അതിന് മുകളിൽ ടാക്സ് ഈടാക്കുന്ന പ്രക്രിയയാണ് ഇറക്കുമതി തീരുവ. അതിപ്പോൾ നടപ്പിലാക്കിയതിന് ശേഷം ദശലക്ഷം കോടി രൂപയുടെ വരുമാനം അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ പോരായ്മ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ എല്ലാത്തിനും ചിലവ് കൂടുതലാണ്. തൊഴിലാളികളുടെ വേതനം ഒക്കെ താങ്ങില്ല. അതുകൊണ്ട് അമേരിക്കയിലുള്ള മുതലാളിമാർ അമേരിക്കയുടെ വെളിയിൽ ചൈനയിലും ഇന്ത്യയിലൊക്കെയാണ് കമ്പനികൾ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറക്കുമതി തീരുവ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ടാക്സ് അടച്ചിട്ട് ലാഭത്തിൽ നിന്ന് ഒരുപാട് തുക നഷ്ടപ്പെടുത്തി കളയേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അത് അമേരിക്കൻ സമ്പദ്ഘടനയെ തന്നെ പിന്നീട് ഗുരുതരമായി അത് ബാധിക്കും. ഡൊണാൾഡ് ട്രംപ് ഒരു കച്ചവടക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരന് മാത്രമേ അതിൻ്റെ വരുംവിരായികളെക്കുറിച്ച് അറിയുകയുള്ളൂ. ഒരു കച്ചവടക്കാരന് അതൊരിക്കലും അറിയില്ല. അയാൾ ആ കൂടെ ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം മാത്രമേ ഉള്ളൂ. ഒരു രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിനുള്ളിലിരുന്നിട്ട് മനസ്സിൽ തോന്നുന്നതെല്ലാം അങ്ങ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് നഷ്ടത്തിലേക്ക് കലാശിക്കും. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തീരുവ നിയമം ഫെഡറൽ കോടതി റദ്ദാക്കി എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിലുള്ള പോലെ തന്നെ സുപ്രീം കോടതിക്ക് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയും പ്രൈം മിനിസ്റ്ററിൻ്റെയും ഒക്കെ അധികാരത്തിൽ ഇടപെടാൻ പറ്റുന്നത് പോലെ അമേരിക്കയിലെ ഫെഡറൽ കോടതിക്കും അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണിത്.